ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അക്യുപഞ്ചർ പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പം പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ഏമ്പക്കം പോലെ വന്നിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പൊതുവേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞ രാത്രി വൈകിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഭക്ഷണം എപ്പോഴും ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറയാൻ സാധിക്കും. കാരണം ഡൈജഷത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് പല്ലും സലൈവറി ജ്യൂസൊക്കെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അപ്പോഴത്തേക്കൊരു ആശ്വാസം കിട്ടും. എന്നാൽ നമ്മുടെ എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നേരം വിശന്നിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചാലും ഈ പ്രശ്നം വരാറുണ്ട്. ആസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. പിന്നെ സ്റ്റൊമക്കിലുള്ള നമ്മുടെ ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ ഒരു വേരിയേഷൻസ് മൂലമൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ശമനം കിട്ടും.